ഹലോ, അങ്ങനെ ദീപാവലി മേളയുടെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. തുലാവർഷ ആരംഭത്തിന്റെ ഇതായിട്ടാണോ എന്താണെന്ന് അറിയാൻ പാടില്ല. ഒരു 10 മിനിറ്റത്തേക്ക് ഒരു ഇടിമിന്നലോട് കൂടിയ മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റ് മാത്രമേ മഴ ഉണ്ടായുള്ളൂ. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് അവർ ആ ദിവസം നടത്താറുന്ന പ്രോഗ്രാംസ് എല്ലാം ക്യാൻസൽ ആക്കിയെന്ന് പറഞ്ഞ ഒരു അനൗൺസ്മെന്റ്. ഇതൊന്നും അറിയാനാണ് ഞാൻ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തത്. അവസാനം അവിടെ ചെന്ന് ആ അനൗൺസ്മെന്റ് കേട്ടപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. ആ പൊട്ടിപ്പോയ ചങ്കായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇവിടെ വെയ് രാജ വെയ് 1 വെച്ച 10, 10 വെച്ച 100, 100 വെച്ചാൽ 1000 എന്ന രീതിയിൽ ഇവിടെ കിലിക്കക്കുത്ത് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടത്തുകയാണെങ്കിൽ എപ്പോൾ പോലീസ് നമ്മൾ പോക്കി വിചാരിച്ചാൽ മതി. പക്ഷേ ഇവിടെ ഇതൊന്നും പ്രശ്നമേ അല്ല. പിന്നെ കൗതുക ലേശം കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ചും കൊണ്ട് കയറി ചെയ്യുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുന്നുണ്ടെന്ന് അറിയാനായിട്ട്. ഈ വെച്ച ആൾക്കാരുടെ പൈസ പോയി എന്നല്ലാണ്ട് അവർക്കൊന്നും കിട്ടിയതുമില്ല. ഈ ഗെയിം നടത്തുന്ന ആൾക്കാർക്ക് വാരിക്കോരി കിട്ടുകയും ചെയ്യും. എന്താലേ അവസ്ഥ. ഇതൊക്കെ കാണുമ്പോൾ ഒരു 50 രൂപ വെച്ചിട്ട് നമുക്കും കളിച്ച് നോക്കിയാലെന്നുള്ള ആ ഒരു ചിന്ത കാര്യങ്ങൾ എനിക്ക് വന്നായിരുന്നു. പക്ഷെ അവർ ആ ഡൈസ് ഇടുന്ന കണ്ടിട്ടുള്ള ആ സമയത്ത് എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയി. പിന്നെ വെറുതെ എന്നിട്ട് ഞാൻ എൻ്റെ 50 രൂപ അവർക്ക് വെറുതെ പുട്ടടിക്കാനായിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ച് അവിടുന്ന് തന്നെ ഞാൻ അപ്പം തന്നെ പിൻവാങ്ങി. പ്രോഗ്രാം ക്യാൻസലായ സങ്കടത്തിൽ ഞാൻ ചുമ്മാ അതിക്കട്ട് തെണ്ടി തിരിഞ്ഞ് നടന്നു. കുറേ ജ്വല്ലറി ഷോപ്പിൻ്റെ അവിടെയും കുറേ സ്റ്റോളുകളൊക്കെ കയറി. അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കണം എന്ന് തോന്നും. പിന്നെ അവരുണ്ടാക്കുന്ന രീതി കാണുമ്പോൾ എനിക്ക് കഴിക്കണ്ടെന്ന് തോന്നിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്യാനാണ്. ഈ പ്രോഗ്രാം ക്യാൻസലായെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആളുകളൊന്നും തിരിച്ച് വീട്ടിൽ പോകാണ്ട് എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിള്ളേർക്കുള്ള ഈ റൈഡ് കാര്യങ്ങൾ മാത്രമാണ് വർക്കിംഗ് ഉള്ളൂ. വലിയ ആൾക്കാരെ റൈഡ് പോയിട്ട് ഒരു തേങ്ങ പോലും അവിടെ വർക്കിംഗ് അല്ലായിരുന്നു. എന്തൊരു അവസ്ഥയാണ്. ഇന്നലെ വന്നപ്പോഴാണെങ്കിൽ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഒരു റൈഡിലും കയറാൻ പറ്റില്ല, ഒന്നിനും കയറാൻ പറ്റില്ല. ഈ തവണ ക്യാഷ് ആയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ പ്രോഗ്രാം ആണെങ്കിൽ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. ഇത്രയും വലിയ ഗതികെട്ടവൾ ഈ പഞ്ചായത്തിലുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ല. മനസ്സോടെയാണെങ്കിലും ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചു. നേരെ പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ ഒരു പ്രോഗ്രാം മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഒരുപാട് മനക്കോട്ട് കെട്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് ചെന്ന് കയറിയത്.